അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഒരിക്കലും ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയെ, ഇന്നാ നഅ്കുലു വലാ നശ്ബഉ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് സംതൃപ്തി വരുന്നില്ല. ഒരു ബറക്കത്ത് കുറവ് അനുഭവപ്പെടുന്നു. എന്താണ് ഇതിനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, ലഅല്ലക്കും തഫ്തരിഖൂന, നിങ്ങൾ ഛിന്ന ഭിന്നമായിട്ടിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? സഹാബി പറഞ്ഞു, നഅം, അതേ നബിയെ, ഞങ്ങൾ ഒരുമിച്ചിരുന്നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഛിന്ന ഭിന്നമായിട്ടിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ്, ഇജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വദ്കുറു ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. എന്നാൽ അള്ളാഹു തആല ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഛിന്ന ഭിന്നമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകുന്നു. ബിസ്മി ചൊല്ലുകയും വേണം. പലപ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ അനുവദിക്കാതിരുന്നേക്കാം. സ്കൂൾ ടൈം, ഓഫീസ് ടൈം ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ സാഹചര്യം റെഡിയായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഒരു ദിവസത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് നാം പാഴാക്കി കളയരുത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടായിത്തീരാൻ കാരണമാണ്. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടായാലുള്ള ഗുണം നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അലസതയുണ്ടാവുകയില്ല എന്നുള്ളതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ എല്ലാ നിഅമത്തുകളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.